പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ വേർപെട്ടു പോയി സ്വർഗീയ സമ്മാനം സ്വീകരിക്കാൻ കർത്താവിൻ്റെ ആത്മനാഥൻ്റെ അടുത്തേക്ക് പോയതിൻ്റെ ദുഃഖവും സങ്കടവും ഒക്കെ തളം കെട്ടി നിൽക്കുന്ന ഓർമ്മകളുടെ ഒരു അന്തരീക്ഷത്തിലാണ് നമ്മളെല്ലാവരുമായിരിക്കുന്നത്. ഒരുപാട് നല്ല ഓർമ്മകൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുമായിട്ട് ബന്ധപ്പെട്ടുണ്ട്. ഫ്രാൻസിസ് പാപ്പ ലോകത്തിന് വളരെ പ്രിയപ്പെട്ട ഒരു മാർപ്പാപ്പയായിരുന്നു. സഭയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട മാർപ്പാപ്പമാരിൽ ഒരാളായിരുന്നു എന്നതിനപ്പുറത്ത് അദ്ദേഹം ദൈവം തിരഞ്ഞെടുത്ത കർത്താവിൻ്റെ ഒരു അഭിഷിക്തനായിരുന്നു. ദൈവം ഈ കാലത്തിന് വേണ്ടി കരുതി വെച്ച സമ്മാനമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നാണ് കർത്താവ് പ്രവാചകനിലൂടെ അരുളി ചെയ്തത്. കർത്താവിന് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഇടയനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ്സ് നമിക്കുന്നു, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. മാർപ്പാപ്പയെ സംബന്ധിച്ചുള്ള എൻ്റെ ഓർമ്മ, എനിക്ക് അദ്ദേഹം താമസിക്കുന്ന ആ ഭവനത്തിനകത്ത് കർത്താവ് വലിയ ഒരു ഭാഗ്യം തന്നു. ഒരിക്കൽ ഒരു വർഷം മുമ്പ് ദൈവകരുണയുടെ തിരുനാളിൻ്റെ അടുത്തുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തെ ആ ഭവനത്തിനകത്ത് വെച്ച് കാണാനും ഏതാണ്ട് 45 മിനിറ്റ് സമയത്തോളം ആ ഭവനത്തിനകത്ത് അദ്ദേഹമുള്ള ആ സാന്നിധ്യത്തിൽ ചെലവഴിക്കാനും നേരിട്ട് സംസാരിക്കാനും എൻ്റെ ബൈബിൾ അദ്ദേഹം ആശീർവദിച്ച് തരാനും ഒക്കെ ഒരു വലിയ ഭാഗ്യം ദൈവം തന്നു. അന്ന് നേരിട്ട് കണ്ട സമയത്താണ് നമ്മൾ ദൂരെ നിന്ന് കണ്ട് വിസ്മയിച്ച ഒരു വ്യക്തിത്വം നമ്മൾ ദൂരെ നിന്ന് കണ്ടതിനേക്കാളും എത്രയോ വലിപ്പമുള്ള ഒരാളാണ് എന്ന് എനിക്ക് നേരിട്ട് കാണാൻ ഇടയായത്. ഒത്തിരി അനുഗ്രഹം നിറഞ്ഞ ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്, അദ്ദേഹത്തെ കാണാൻ പറ്റിയത്. അങ്ങനെ ദൂരെ നിന്നും അടുത്തു നിന്നും കണ്ട ഓർമ്മകളുടെ വെളിച്ചത്തിൽ ഞാൻ അദ്ദേഹത്തെ ഓർക്കുമ്പോൾ എനിക്കൊറ്റ കാര്യമാണ് എൻ്റെ ഹൃദയത്തിൽ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നത്. ഒരിക്കൽ ഫ്രാൻസിസ് പാപ്പായോട് ആരോ ഒരാൾ ചോദിച്ചു, അങ്ങേക്കെതിരെ ഒരു ആരോപണം സഭയിലുണ്ട്. അങ്ങ് പേപ്പസിയെ അതിൻ്റെ പരമ്പരാഗത ധാരണകളിൽ നിന്ന് തകിടം മറിക്കുന്നു. അങ്ങ് മാർപ്പാപ്പ സ്ഥാനത്തെ മനുഷ്യൻ്റെ ആ മാർപ്പാപ്പ സ്ഥാനത്തിൻ്റെ പരമ്പരാഗത ധാരണകൾക്ക് ഘടകവിരുദ്ധമായി അവതരിപ്പിക്കുന്നു എന്ന ഒരു ആരോപണം അങ്ങേക്കൊണ്ട് അങ്ങെന്ത് പറയുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാനും ആ ആരോപണം കേൾക്കാറുണ്ട്. അദ്ദേഹം പറയുന്നു, എന്നെ ദൈവം തിരഞ്ഞെടുത്ത ഒരു പുരോഹിതനാണ് ഞാനൊരു ഇടയനാണ്. അദ്ദേഹം പറഞ്ഞ 2 വാക്കുകൾ ഇതാണ്: ഒന്ന്, ഞാനൊരു പുരോഹിതനാണ്; 2, ഞാൻ ഒരു ഇടയനാണ്. ഒരു പുരോഹിതന് ആളുകളുടെ മുൻപിൽ അല്ലാതെ വേറെ എവിടെയാണ് നിൽക്കാൻ കഴിയുക? ഒരു ഇടയന് ആടുകളുടെ കൂടെ അല്ലാതെ എവിടെയാണ് ഉറങ്ങാൻ കഴിയുക? എന്ന് പറഞ്ഞാൽ അദ്ദേഹം എപ്പോഴും ജനങ്ങളുടെ നടുവിൽ, ജനങ്ങളുടെ ഹൃദയത്തിനകത്ത് ജീവിച്ച ഒരാളാണ്. ജനങ്ങളുടെ ഹൃദയസ്പന്ദനങ്ങൾ തൊട്ടറിഞ്ഞ ഒരാളാണ്. ആടിൻ്റെ മണമുള്ള ഇടയനായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ. അത്രമാത്രം ലോകം, ഞാൻ ഈ ദിവസങ്ങളിലൊക്കെ ശ്രദ്ധിച്ചൊരു കാര്യം, ക്രിസ്തീയ വിശ്വാസത്തോട് വലിയ മമതയില്ലാത്ത ആളുകൾ പോലും എത്രയോ ആദരവോടുകൂടിയാണ് അദ്ദേഹത്തെക്കുറിച്ച് വാചാലനായി സംസാരിക്കുന്നത്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഇനി ഒരു മാർപ്പാപ്പ കടന്നു വരുമ്പോൾ, തിരഞ്ഞെടുക്കപ്പെടാനുള്ള ഒരുക്കങ്ങൾ നടക്കുമ്പോൾ എന്താണ് പുതിയ മാർപ്പാപ്പയെ സംബന്ധിക്കുന്ന നമ്മുടെ പ്രാർത്ഥനകളും പ്രതീക്ഷയും? ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, പത്രോസിനെ പോലെ ഒരു മാർപ്പാപ്പ. മറ്റാരും പത്രോസിനെ പോലെ അല്ല എന്നല്ല, ഞാൻ മനസ്സിൽ കാണുന്നത് സഭ എന്ന് പറഞ്ഞാൽ എപ്പോഴും എൻ്റെ മനസ്സിലുള്ള ബൈബിൾ വായിച്ചതിൻ്റെ വെളിച്ചത്തിൽ രൂപപ്പെട്ട ഒരു ചിന്ത, ചർച്ച് ഈസ് എ ബ്യൂട്ടിഫുൾ ബ്ലെൻഡ് ഓഫ് ദ നാച്ചുറൽ ആൻഡ് ദ സൂപ്പർ നാച്ചുറൽ. അതായത് സാധാരണത്വവും അതിസാധാരണത്വവും, സാധാരണത്വവും അസാധാരണത്വവും, ഓർഡിനറിയും എക്സ്ട്രാ ഓർഡിനറിയും, നാച്ചുറലും സൂപ്പർ നാച്ചുറലും ഒരുമിച്ച് ഇഴചേർന്ന് നിൽക്കുന്ന ഒരു മനോഹര സംവിധാനമാണ് സഭ. എന്ന് പറഞ്ഞാൽ സഭയിൽ സാധാരണ മനുഷ്യരുടെ ജീവിതത്തിൽ കാണുന്ന സംഭവങ്ങൾ മാത്രമല്ല, അസാധാരണമായ സ്വർഗീയ ഇടപെടലുകളും സഭയിലുണ്ട്. ഇത് രണ്ടും ചേരുമ്പോഴാണ് ഇത് സഭയാവുന്നത്. അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സമുദായ സംഘടന പോലെയോ ഒരു പ്രസ്ഥാനം പോലെയോ ആകത്തുള്ളൂ. ഞാൻ പത്രോസിലെ ഈ ബ്ലെൻഡ് കാണാൻ പറ്റിയിട്ടുണ്ട് എനിക്ക്. എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു സാധാരണ മനുഷ്യനായിരുന്നു. തള്ളി പറയുന്ന, ഓടിപ്പോകുന്ന, മടി കാണിക്കുന്ന, എടുത്തു ചാടുന്ന, അകലെയായിട്ട് അനുഗമിക്കുന്ന, പിന്നെ ഈ വീഴ്ചകൾക്കൊക്കെ ശേഷം
ഒരു തീച്ചൂടിൻ്റെ മുമ്പിൽ വെച്ച് കണ്ണുനീരോടെ ഏറ്റുപറയുന്ന, തള്ളിപ്പറഞ്ഞല്ലോ എന്നോർത്ത് ചങ്കുപൊട്ടി കരയുന്ന, അബദ്ധം പറ്റിയല്ലോ എന്നോർത്ത് വിഷമിക്കുന്ന, പിന്നെ യേശുവിനെ സ്നേഹിക്കാൻ ഭ്രാന്ത് പിടിച്ച് നടക്കുന്ന, അറസ്റ്റ് ചെയ്യപ്പെടുന്ന, കോടതിയിൽ വിചാരണ ചെയ്യപ്പെടേണ്ടി വരുന്ന ഒരു സാധാരണ മനുഷ്യൻ്റെ സാധാരണ സംഭവങ്ങളുള്ള പത്രോസ്. എന്നാൽ അത് മാത്രമായിരുന്നു വിശുദ്ധ പത്രോസ്. അദ്ദേഹം അസാധാരണമായ ദൈവിക ഇടപെടലുകൾ ഈ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന ആളാണ്. സ്വർണമോ വെള്ളിയോ എൻ്റെ കയ്യിലില്ല, എനിക്കുള്ളത് ഞാൻ നിനക്ക് തരുന്നു, നസ്രായനായ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നടക്കുക എന്ന് പറഞ്ഞ് ഒരു സുന്ദരകവാടത്തിന് മുമ്പിലെ ഭിക്ഷയാചിക്കുന്ന 40 വയസ്സുകാരനായ ഒരു മനുഷ്യനെ അവനെ പൊക്കിയെടുത്ത് എഴുന്നേൽപ്പിച്ച് നടത്തുന്ന പത്രോസ്. കൊർണേലിയൂസിൻ്റെ വീട്ടുമുറ്റത്തേക്ക് സുവിശേഷവുമായിട്ട് ചെല്ലാൻ ദൈവം ഒരു ട്രാൻസിലേക്ക്, ഒരു ആത്മീയ അനുഭൂതിയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തിന് ദർശനം കാണിച്ചു കൊടുത്ത് വിജാതീയരിലേക്കുള്ള ശുശ്രൂഷയുടെ വഴി തുറക്കുമ്പോൾ ആ സ്വർഗീയ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ധൈര്യത്തോടെ അതിന് ചാടിയിറങ്ങുന്ന പത്രോസ്. കാരാഗൃഹത്തിൽ ചങ്ങലയിട്ട കരങ്ങൾ ഇങ്ങനെ തലയോട് ചേർത്ത് വെച്ച് തലയണയാക്കി കിടന്ന് ഉറങ്ങുമ്പോൾ ദൂതൻ വന്ന് ചങ്ങലയഴിച്ച് പുറത്തേക്ക് കൊണ്ടുവരുന്ന അത്ഭുതങ്ങളുടെ ജീവിതമുള്ള പത്രോസ്. വത്തിക്കാൻ്റെ വധക്കുന്നിൽ തലകീഴായി കുരിശിൽ തറയ്ക്കപ്പെടുന്ന പത്രോസ്. നാച്ചുറൽ മാത്രമല്ല, സൂപ്പർ നാച്ചുറലുണ്ട്. ഇത് രണ്ടും ചേരുന്ന നേതൃത്വമാണ് നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ടത്. ഒരു വശത്ത് സാധാരണ മനുഷ്യരെ പോലെ ജീവിക്കുകയും മറുവശത്ത് ഏലിയായെപ്പോലെ ആകാശത്തു നിന്ന് തീയിറക്കുകയും ചെയ്യുന്ന, അസാധാരണ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്ന, അസാധാരണ അത്ഭുതങ്ങൾ ജനങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്പസ്തോലന്മാരെ പോലെ തന്നെ ദൈവിക ഇടപെടലുകൾ ജീവിതങ്ങളിലേക്ക് കൊണ്ടുവരുന്ന ഒരു നേതൃത്വം. പത്രോസിനെ പോലെ ഒരു മാർപ്പാപ്പ, പൗലോസിനെ പോലെ ഒരു മാർപ്പാപ്പ, അന്ത്രയോസിനെ പോലെ ഒരു മാർപ്പാപ്പ നമുക്കുണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം.